ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു വർക്കുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. പോരാത്തതിന് വീട്ടിൽ നിന്ന് അമ്മയില്ല. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. മോർണിംഗ് തന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ കയറി ഫുള്ള് ചെളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫ്രഷായി. ഇത് സിസ്റ്ററിന് കൊണ്ടുപോകാനുണ്ടാക്കിയ മക്രോണിയാണ്. അപ്പം അതും പത്തിരിയും നല്ല ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. ഈ അടിച്ചു വാരുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ്, അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത പണിയാണ്. ആൻഡ് ഇത് പൂച്ചക്ക് ഫുഡെല്ലാം കൊടുത്തു. അപ്പം ഈ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ജൂണിലാണ്. ഞാൻ കൂടുതലും ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസാണ് ഇട്ടത്. അപ്പം എനിക്ക് കൂടുതൽ ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടം. പിന്നെ ഷോർട്സ്, ക്രാഫ്റ്റും ലോങ് വീഡിയോസ് ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഞാൻ കരുതിയത്ര ഈ സബ്സ്ക്രൈബറൊക്കെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കയറി വരും, പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നു. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പം 40-50 വീഡിയോസ് ഇട്ടു. ഓരോ വീഡിയോസിന് ഓരോന്ന് കിട്ടിയാലായി. ആ കിട്ടിയത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല, അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം എൻ്റെ മൈൻഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക, 2-3 വീഡിയോ ഇടുക, കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുക, മോണിറ്റൈസേഷൻ ആവുക, അങ്ങനെയായിരുന്നു. ബട്ട് ആക്ച്വലി അത് തെറ്റാണ്. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആകുമ്പോഴത്തേക്കും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി സെറ്റാക്കണം എന്നൊക്കെ. ബട്ട് ആക്ച്വലി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. വീഡിയോസിൻ്റെ പ്രശ്നമാണോ, എന്നെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാത്തതാണോ, എനിക്കൊന്നും അറിയില്ല. എന്തോ ആവട്ടെ. ആൻഡ് ഞാൻ ലഞ്ചിന് വന്നു, ഫുഡൊക്കെ കഴിച്ചു, പിന്നെയും വർക്കിന് പോയി. അപ്പോൾ വീട്ടിൽ മമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ കയറുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിലുള്ള ഈ ഫ്ലവർ നോക്കിയത്. അപ്പോൾ എനിക്ക് ഈ ഫ്ലവറിൻ്റെ നെയിം അറിയില്ല. അപ്പം ഞാനത് ഗൂഗിളിൽ ഇട്ട് നോക്കിയപ്പോൾ എന്തോ മാച്ച് സ്റ്റിക്ക് അങ്ങനെ എന്തോ. അത് കാരണം അതിൻ്റെ ഫ്ലവർ ഒരു മാച്ച് സ്റ്റിക്ക് പോലെയാണല്ലോ ഉള്ളത്, അറ്റത്തൊരു പേർപ്പിളും പിങ്കൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ആ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോയെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ബട്ട് ഞാനങ്ങനെ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനൊരു ജേർണലിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായിട്ട് ഫുള്ള് അലങ്കോലമായിട്ട് ഒരു ജേർണലിങ് ചെയ്താൽ ആ റൂമിൽ തന്നെ ഫുള്ള് സാധനങ്ങളിരിക്കും. എനിക്കാണെങ്കിൽ ഇതൊന്നും ക്ലീൻ ചെയ്യാണ്ട് വേറൊന്നും ചെയ്യാനും തോന്നില്ല. എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട് കുറേ. അപ്പം ഞാൻ PG ചെയ്യാണ് ആക്ച്വലി. അപ്പം PGൻ്റെത് എക്സാം ഡിസംബറിലാണ്. അപ്പോഴേക്കും പഠിക്കാൻ കുറേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇതിന് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ പഠിക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂഡ് പോവും. എനിക്ക് എന്താ അറിയില്ല, ഞാൻ പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഹെയറെല്ലാം കോംബ് ചെയ്ത് റൂമെല്ലാം നീറ്റാക്കി ഒരു പൊടി പോലും ഇല്ലാണ്ട് ഭയങ്കര നീറ്റായിട്ടിരുന്ന് പഠിക്കണം. എനിക്ക് അവിടെ എന്താ പറയുക, റൂമൊന്നും നീറ്റല്ലേ എനിക്ക് പഠിക്കാനാവില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ടൈപ്പ്. അതുപോലെ തന്നെ 8 മണിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചാൽ 8 മണിക്ക് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ ഡിപ്രഷനായിപ്പോവും, ടെൻഷനായിട്ട് പിന്നെ അന്ന് പഠിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അടുത്ത ദിവസം ആ സെയിം 8 മണിക്ക് തന്നെ പഠിക്കാനിരിക്കും. അങ്ങനെ ഒരു തരം വൃത്തികെട്ട കുറേ സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അപ്പം ഇതൊക്കെ എടുത്തു വെച്ചിട്ട് തീരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജേർണലിങ് സെറ്റ് ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ ആവും. അപ്പം ഞാനതെല്ലാം അങ്ങനത്തെ പൊറുക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കുറേ എണ്ണം എല്ലാം കലവിലാണ് ഞാൻ ഇടുന്നത്. ഇതൊക്കെ ഇനി അടുത്ത ജേർണലിങ് ചെയ്യുമ്പോൾ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു എടുങ്ങേറ് നമുക്ക് മനസ്സിലാവുക. അപ്പം ടേബിളിൽ കുറേ നീറ്റായി. ഈ ജേർണലിങ്ങിൻ്റെ ഈ സാധനം എടുത്ത് വെച്ചാൽ തന്നെ ടേബിൾ നീറ്റായി. അപ്പം ഞാൻ ഇന്നലെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഒരു ബീച്ചിൻ്റെ പെയിൻറ്റിങ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കളേഴ്സൊക്കെ എടുത്ത് വെച്ചിരുന്നു. ബട്ട് എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ അത് ഷൂട്ടും കൂടി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുറച്ച് ടൈം വേണ്ടി വരും. കാരണം എൻ്റെ ഫോണിലാണ് അധികം ചാർജും ഇല്ല. കാരണം ഇതിങ്ങനെ കുറച്ച് നേരം വെക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തു. ആൻഡ് എന്നിട്ടും എൻ്റെ ടേബിൾ അങ്ങ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. നിലത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ജേർണലിൻ്റെ സാധനങ്ങളാണ് കിട്ടുന്നത്. ഇതെത്ര എടുത്ത് വെച്ചാലും തീരുന്നില്ല.
അപ്പം ഇതിനൊരു ഓർഗനൈസർ ബോക്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റിക്കേഴ്സൊക്കെ കുറച്ചുകൂടെ വാങ്ങണം, എന്നിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഞാനിതൊക്കെ എടുത്ത് വെച്ചു. ഞാൻ ഈ ബെഡിൻ്റെ താഴെയുള്ള ഈ ഡ്രോവറിലാണ് ഈ ക്രാഫ്റ്റ് സാധനങ്ങൾ. ആക്ച്വലി എനിക്ക് ക്രാഫ്റ്റ് സാധനങ്ങൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഈ ജേണലിൽ കുറച്ച് കളേഴ്സ് ഇതൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ നിങ്ങൾ ജേണലിങ് നല്ലോണം ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സെറ്റ് ജേണൽ വാങ്ങിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കളർ തീം മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ. വേറെ കളർ തീം അതിലേക്ക് ആഡ് ചെയ്യുമ്പം അത് ഭയങ്കര ബോറാവുക. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കൊരു ജേണൽ ബുക്ക് സെപ്പറേറ്റ് വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ തീമിലുള്ള വാങ്ങിയതുകൊണ്ട് എനിക്ക് ഈ തീം മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ വേറൊരു തീം ആഡ് ചെയ്യുക എന്നുള്ളത് എന്നെക്കൊണ്ട് ആലോചിക്കാനേ പറ്റുന്നില്ല. മാത്രമല്ല അത് അതിന് മാച്ച് ആവില്ല ആ ഒരു തീമല്ലാണ്ട്. അപ്പം ജേണലിങ് അത്യാവശ്യം സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല അതായിരിക്കും. പിന്നെ ഞാൻ പഠിക്കാനിരുന്ന് ഞാൻ മോർണിംഗ് നോട്ട് എഴുതി വെക്കും, എന്നിട്ട് ഈവനിങ് അത് വായിക്കും. അങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് അത്യാവശ്യം കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ കുറേ ചെറിയ പോയിൻറ്റ്സൊക്കെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അത് കുറേ പഠിച്ച് എനിക്കാണെങ്കിൽ ഈ നോട്ട് എഴുതാണ്ട് പഠിക്കുക എന്നുള്ള സംഭവം ആലോചിക്കാനേ വയ്യ. ഞാനൊരു PDF നോക്കി അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി എനിക്ക് പഠിക്കാനാവില്ല. ഞാൻ എഴുതിയ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ നോട്ട്സേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ എഴുതിയത് വേറെ ആർക്കും പഠിക്കാനും പറ്റില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ കുറേ ഹൈലൈറ്റൊക്കെ ചെയ്ത് അപ്പം എക്സാം ടൈം നമുക്ക് ഈ ഒരു വിഷ്വൽ നമ്മളെ മൈൻഡിൽ വന്നിട്ട് നമുക്ക് ആ വേർഡ്സും ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നൈറ്റ് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല. ആ കോളിഫ്ലവർ പൊരിച്ചതും കഴിച്ചു. പിന്നെ അത്യാവശ്യം പാത്രമൊക്കെ കഴുകി. അപ്പോൾ തന്നെ എനിക്കെന്തോ വിയർത്തിട്ട് ഞാൻ ഒന്നുകൂടെ പോയി കുളിച്ച് പിന്നെ ഞാൻ റൂമെല്ലാം സെറ്റ് ചെയ്ത്. അപ്പം ഇന്നലത്തെ ജേണലിങ്ങിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തിട്ട് കിടക്കാൻ കരുതി. കാരണം പിറ്റേടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വയ്യ, ആലോചിക്കാനേ വയ്യ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണ് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് മീഷോന്ന് മേടിച്ച ഒരു ഹീറ്റ് ബാഗാണ്. ഇതിപ്പോൾ കുറച്ചായി യൂസ് ചെയ്യുന്നത്. അടിച്ചു പോവോ ഇല്ലയെന്നൊന്നും അറിയില്ല. ചാർജബിൾ ഇങ്ങനെ പ്ലഗ് ചെയ്തിട്ട് ചാർജ് ആക്കൂലേ നമ്മൾ കെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ, അതുപോലെയാണ്. അപ്പോൾ അതും ചാർജിനിട്ടു. അതൊരു 5 minutes 4 minutes ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ചൂടാവും. അങ്ങനെ അത് ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു. ഇത് വാങ്ങിയപാട് എനിക്കിതിൽ എവിടെ ഇത് കുത്തണ്ടേന്ന് അറിയായിട്ട് ആ വൈറ്റ് സാധനം ഫുള്ള് പറിച്ച് കളയണമെന്ന് വിചാരിച്ച് കുറേ ഇരുന്നതാണ്. പിന്നെ ഞാനിങ്ങനെ അതിൽ മീഷോയിൽ തന്നെ അവരിടുന്ന ഫോട്ടോസിന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ ഞാൻ ഈ വീഡിയോസൊക്കെ കുറേ നേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത്. ഈ എഡിറ്റ് ചെയ്യലാണ് എനിക്ക് ഏറ്റവും മടി. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.